പേരുകെട്ട കുളിക്കടവാണ്. കാരണം സായിപ്പിന്റെ ഭാര്യ കുളിക്കാൻ വരുമ്പോ ഈ നാട്ടിലുള്ളവർ മൊത്തം കാണാൻ വരുമായിരുന്നു. അങ്ങനെ ഈ കടവിന് റോസ് സായിപ്പിന്റെ പേരിൽ അറിയപ്പെടുന്നത്. റോസ് കുളിക്കടവെന്ന്. കുളിച്ചു വരാമെന്ന് പറഞ്ഞു പോയ മനുഷ്യനാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ട അവിയൽ ഉണ്ടാക്കി വെച്ചിട്ട് മണിക്കൂർ 3 കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ആ കടവ് വരെ ഒന്ന് പോയേച്ചു വരാം. പെണ്ണുങ്ങളെ ആരെയും കണ്ടു കാണും. പെണ്ണുങ്ങളെ കണ്ട അതിയാന്റെ മട്ടും ഭാവവും മാറും. മാത്രമല്ല ആ നോട്ടം അത്ര അങ്ങോട്ട് ശരിയുമല്ല. പിന്നെ ശൃംഗാരം പറയേണ്ടതുമില്ല. ആരെങ്കിലും കിട്ടിയാൽ എത്ര നേരം വേണമെങ്കിലും ശൃംഗരിച്ചുകൊണ്ടിരിക്കും. പിന്നെ വരുന്ന പെണ്ണുങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒട്ടും മോശമല്ല അവരും. ഇതൊന്നും എനിക്കറിയത്തില്ലെന്ന് അയാളുടെ വിചാരം. ഇന്നിങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. പുഴയിലൊന്നും വെള്ളവും ഇല്ല. പിന്നെ അതിയാൻ എവിടെ പോയി? ഇവിടെ ഒന്നും ആരെയും കാണുന്നുമില്ല. ഇവിടെ വെള്ളം ഒളിഞ്ഞു നിൽക്കുന്നോ എന്തോ. ആറ്റുമട്ടയ്ക്കും പുല്ലിനിടയിലും മറ്റും കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് കുടുതിയിൽ കാണാൻ കുറെ ആദർശവാദികൾ കാണേണ്ടതാണ്. ഇന്ന് അവരെയും കാണുന്നില്ലല്ലോ. അയ്യോ, മഴ വരുന്നുണ്ടല്ലോ. കുടയും എടുത്തില്ല. മഴ തോരട്ടെ. ഇവിടെ എവിടെയും നിൽക്കാം. പുഴ കവിഞ്ഞൊഴുകി. ഈ മനുഷ്യൻ എവിടെ പോയേക്കുകയാണോ എന്തോ. എന്നോട് പറഞ്ഞ പോലെ ഒന്നുമല്ല ചെയ്യുന്നത്. ഇത് നമുക്ക് ചേർന്ന ബന്ധമല്ല എന്ന് എല്ലാവരും പറഞ്ഞതാണ്. കെട്ടി അന്ന് തുടങ്ങിയ എന്റെ കഷ്ടകാലം ഞാൻ ആരോട് പറയാനാണ്? അല്ല, ആ രമേശിന് പെണ്ണും പിള്ളേരും ഇല്ല. ദിവാരേട്ടന്റെ കാര്യം പറയണ്ട. കയ്യിലിരിപ്പ് കൊണ്ട് ഭാര്യ ഓടിച്ചോടിയും പോയി. പിന്നെ 4 കാശിന് വകയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ചാക്കോ. ഇവരാണ് ഇയാളുടെ കൂട്ടുകാർ. എന്താ പറയാനാ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.